ഇപ്പോൾ ഡിഗ്രി ലെവൽ അതിൻ്റെ ട്രെൻഡിനനുസരിച്ചുള്ള ഹോട്ട് ടോപ്പിക്സ് വേറെ ആയിരിക്കും. ദെൻ +2 ലെവൽ അതിൻ്റെ ട്രെൻഡ് അനുസരിച്ചുള്ള ഹോട്ട് ടോപ്പിക്സ് വേറെ ആയിരിക്കും. നിങ്ങൾ കയ്യിലുള്ള പുസ്തകത്തിലൂടെ ഒന്ന് വായിച്ചു പോവുക, ഓടിച്ചു പോവുക. അപ്പോൾ കയ്യിൽ 3 തരം പേനകൾ ഉപയോഗിക്കുക. ഒന്ന് ഒരു ചുവപ്പ് മഷി. ഹായ്, എല്ലാ തവണത്തെയും പോലെ തന്നെ LDC വരുന്ന സമയത്ത് അത് അപ്ലൈ ചെയ്യുക, ചുമ്മാ എഴുതുക അല്ലേ, എന്നിട്ട് കിട്ടാതെ PSCയെ കുറ്റം പറയുക. അങ്ങനെ ഒരു പരീക്ഷ എഴുത്ത് തൊഴിലാളിയായിട്ട് മാറാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഇത്തവണയും അത് തന്നെയാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത്തവണ നിർബന്ധമായിട്ട് നേടിയേ അടങ്ങൂ എന്നുള്ള വാശിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആദ്യ തവണ തന്നെ ഞാനത് നേടും എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഇതിനിറങ്ങി തിരിക്കുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നിങ്ങൾ ഇതിൽ നിന്ന് പിൻവലിയാൻ അല്ലേ വേണ്ട ആ കാരണങ്ങൾ ഇട്ട് തരാനാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഇവിടെ മുതൽ കാണാം. അതായത് ഈ വീഡിയോ കാണാൻ തയ്യാറെടുക്കുന്ന ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മുതൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. കാരണം സ്വാഭാവികമാണ്. കാരണം ലക്ഷങ്ങൾ മത്സരിക്കുന്നു, ആയിരങ്ങൾക്ക് മാത്രം കിട്ടുന്നു. സ്വാഭാവികമായിട്ടും തോറ്റു പിൻവാങ്ങുന്നവരാണ്, അല്ലെങ്കിൽ പിന്നീട് അത് നിർത്തിപ്പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ കഴിയുന്ന ആളുകൾ, കിട്ടാത്ത വിഷമത്തിൽ കഴിയുന്ന ആളുകൾ, അവരാണ് ഭൂരിഭാഗം ഉള്ളത്. അവരെയാണ് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കാണുക. കാരണം കിട്ടിയവർ എവിടെ പോയിട്ടുണ്ട്? കിട്ടിയവർ എന്നല്ല, നേടിയവർ. അവർ സർക്കാർ ജോലിയിൽ വ്യാപൃതരാണ്, അവരുടെ ജോലിയിൽ വ്യാപൃതരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കായിരിക്കും. അവർക്ക് ഇവിടെ വന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതേസമയം ഇത് നേടാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പരീക്ഷ എഴുത്ത് തൊഴിലാളിയായി മാത്രം ശ്രമിച്ച, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രമിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അത് ഇന്നത്തെ ഒരു PSC ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നേടിയെടുക്കാൻ ആദ്യ റാങ്ക് നേടിയെടുക്കാൻ പര്യാപ്തമായ ഒരു പഠനം അല്ലാതായി മാറുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനിറങ്ങിത്തിരിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇറങ്ങിത്തിരിച്ചാൽ ഞാൻ ഇനി നെഗറ്റീവിൻ്റെ പിറകെ പോവില്ല. എനിക്ക് ബോധ്യമുണ്ട് ഇവിടെ വർഷാവർഷം 20,000 30,000 ആളുകളെ നിയമനം നടക്കുന്നുണ്ട് അല്ലെ, PSC നിയമനം നടക്കുന്നുണ്ട്. അതിന് ലക്ഷങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആ 20,000 30,000 ഒരാളാവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ കിട്ടാതെ മടങ്ങുന്ന ലക്ഷങ്ങളിൽ ഒരുവനായി ഇനി വരാൻ പോകുന്ന തലമുറയെ നെഗറ്റീവ് കമൻറ്റിലൂടെ അല്ലെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളായി മാറുക അല്ല എൻ്റെ ലക്ഷ്യം എന്ന് ഉറപ്പുള്ളവർക്ക് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഉറപ്പായിട്ടും നിങ്ങൾ സർക്കാർ ജോലി നേടിയിരിക്കും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്നത്തെ ഒരു വീഡിയോയിൽ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ LDCക്ക് തയ്യാറെടുക്കുമ്പോൾ പഠിക്കേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയെന്നുള്ള വിശദമായിട്ട് പറഞ്ഞു തരും. ദെൻ അങ്ങനെ പഠിക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പറയും. ദെൻ അത് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും നിങ്ങൾക്ക് തരും. ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും വരാൻ പോകുന്ന നെഗറ്റീവ് എന്തായിരിക്കും? എൻട്രിയിൽ ബാച്ച് തുടങ്ങുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുകയാണ്, നിങ്ങൾ എൻട്രിയിൽ ചേർന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ ചേർത്ത് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അത് എൻട്രിയോടൊപ്പം ആയാലും അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്നായാലും ഈ പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കി പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും. ഉയർന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളുമായി എൻട്രി ചെയ്ത ഈ ജൂൺ മാസം വരുന്നു. ജൂൺ മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? പലരും ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞ് ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയമാണിത്. നിങ്ങളും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും തലപൊക്കി തുടങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഒരുപാട് എക്സാം നോട്ടിഫിക്കേഷനുകൾ ഈ മാസം പുറത്തു വരുന്നുണ്ട്. സോ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണ്. മാത്രമല്ല, എൻട്രി എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി നിങ്ങളിപ്പോൾ ഏത് PSC കോഴ്സിൽ ചേർന്നാലും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളാണ്. അതെ, നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകൾ തന്നെ. സോ ഇനി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പരീക്ഷകൾക്കായി തയ്യാറെടുക്കാം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ. ഓർക്കുക, തയ്യാറെടുപ്പുകൾ ഇന്നേ തുടങ്ങിയാൽ ഉറപ്പായും അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും. സോ ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഓക്കെ, അപ്പം ആദ്യ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നിങ്ങൾ LDCക്ക് തയ്യാറെടുക്കുമ്പോൾ പഠിക്കേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ് റെഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം, നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ, അത് 5, 7, 9 കഴിഞ്ഞ തവണ മാറി, 6, 8, 10 ഇത്തവണയും പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മൊത്തം പുസ്തകങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെട്ടു. അതായത് ഓൾഡ് SCERT, ന്യൂ SCERT എന്നുള്ള രീതിയിൽ 2 ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ SCERT ചോദ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആ വരുന്ന ചോദ്യങ്ങളിൽ, മൊത്തം വരുന്ന SCERT ചോദ്യങ്ങളിൽ ഒരു 90% ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പുസ്തകത്തിൽ നിന്ന് തന്നെയാണ്? പഴയ പുസ്തകത്തിൽ നിന്നാണ്. ഒരു 10%, അതായത് 10 ചോദ്യം വന്നാൽ 9 ചോദ്യവും എന്തായിരിക്കും? പഴയ ബുക്കായിരിക്കും, 1 ചോദ്യം പുതിയ ബുക്ക്. ആ രീതിയിൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? പുസ്തകം മൊത്തം മാറിയില്ലേ?
അളവ് കൂടി വരും, ഈ പെർസെൻറ്റേജ് കൂടി വരും, ഇത് കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ LDC എന്ന് പറയുന്ന അടുത്ത LDC നടക്കാനാകുന്ന ടൈമിലേക്ക് ഏകദേശം ഒരു 50% മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴയ ബുക്കും പഠിക്കണം, പുതിയ ബുക്കും പഠിക്കണം. പിന്നെ 1-2 വർഷത്തോടും കഴിയുമ്പോഴേക്കും പഴയ ബുക്കിന്റെ പ്രാധാന്യം വളരെ കുറഞ്ഞു വരും, വളരെ അപൂർവമായി മാത്രം എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാലായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ LDCക്ക് പഠിക്കുമ്പോൾ ഇത് രണ്ടും പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് പഠിച്ചു തീർക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കണം. അല്ലാതെ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടോ അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടോ അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടോ ഇറങ്ങി തിരിച്ചാലൊന്നും ഈ സംഭവം ഇനിയുള്ള കാലഘട്ടത്തിൽ നടക്കുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാക്കി വെക്കുക. ദെൻ പിന്നത്തെ കാര്യം എന്താണ്? NCERT ഒരു 6 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ NCERT ഒരു സെലക്റ്റീവ് സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. ദെൻ SCERT യും NCERT രണ്ടും സെയിം ആണ് ഹയർ സെക്കൻഡറിയിൽ. അപ്പോൾ ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഭരണഘടന ഇതിനൊക്കെ തന്നെയും ചില പ്രത്യേക ചാപ്റ്ററുകൾ എല്ലാം ഒന്നും നമുക്ക് വേണ്ട, അത് തിരഞ്ഞെടുത്ത് പഠിക്കണം നമ്മൾ. അത്തരം ചില ചാപ്റ്ററുകൾ നമുക്ക് വേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് 5 മുതൽ 10 വരെയുള്ളതായാലും SCERT ആയാലും NCERT ആയാലും ഒക്കെ നമുക്ക് ചില ചാപ്റ്ററുകൾ നമുക്ക് ആവശ്യമുള്ളതില്ല. സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ള ചാപ്റ്ററാണ് വേണ്ടത്. പിന്നെ പുതിയ പാഠപുസ്തകത്തിൽ നമുക്ക് ആവശ്യമായ ചാപ്റ്ററുകൾ ഏതൊക്കെയാണുള്ള വീഡിയോ ഞാൻ ഉടൻ ചെയ്യും. അത് സെക്കൻഡ് പാർട്ട് പുതിയ പാഠപുസ്തകം 6, 8, 10 മാറിയ പാഠപുസ്തകത്തിന്റെ സെക്കൻഡ് പാർട്ട് വരാത്തത് കൊണ്ടാണ്. അതോടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്തുതരാം കേട്ടോ. അപ്പം എന്ത് ചെയ്യുക, ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ നോക്കണം. പിന്നെ PSC ബുള്ളറ്റിന്റെ ചില സ്പെഷ്യൽ എഡിഷനുകൾ ഉണ്ട്. അതിൽ ചില പ്രത്യേകം അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ, ഈ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, കേരള ഭൂമിശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചില പ്രത്യേക എഡിഷനുകളിൽ വിശദമായിട്ട് ചില ഏരിയകൾ മാത്രമായിട്ട് സെലക്റ്റീവായിട്ട് അവർ കൊടുക്കാറുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു PSC ബുള്ളറ്റിനുകൾ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പണ്ടാണെങ്കിൽ ഒരു 10-20 വർഷത്തൊക്കെ പ്രീവിയസ് പഠിക്കണമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ ഒരു PSCയുടെ മാറ്റത്തിന് ശേഷമുള്ള 2021 അല്ലെ 2021 ആ കാലഘട്ടത്തിലാണ് PSCയുടെ ചോദ്യ രീതികൾ മാറിയത്. ആ ഒരു കൊറോണ ടൈമിന് ശേഷം അല്ലെ ആ ഒരു 21-22 കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ 2025 നടക്കുന്നതും 2024 നടന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ബാക്കിയുള്ളത് പിന്നീട് അടുത്ത ഘട്ടത്തിൽ ബാക്കിയുള്ളത് പഠിക്കുക. പിന്നെ അവസാനം നിങ്ങൾക്ക് ഏറ്റവും നല്ല ലെവലിലേക്ക് എത്താൻ വേണ്ടി, പെർഫെക്ഷൻ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിറകിലോട്ടുള്ള 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും ഒക്കെ കൂടുതൽ ഗുണം ചെയ്യും. GKക്ക് ഇന്നത്തെ കാലത്ത് നിങ്ങൾ അധികം പഴയ ചോദ്യ പേപ്പറുകൾ നോക്കണമെന്നില്ല. ചോദ്യ പാറ്റേണുകൾ, രീതികളും മാറിയത് കൊണ്ട് ഒരു അവസാന പഠനത്തിൽ വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാന്നുള്ളൂ. അല്ലാതെ തുടക്കത്തിൽ തന്നെ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് പഠിക്കേക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ മാർക്ക് കിട്ടുന്ന വിചാരിക്കണം. പണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി. ഓക്കെ, അപ്പോൾ അത് നോക്കുക. പിന്നെ ട്രഡീഷണലി നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഒരു LDCയുടെ റാങ്ക് ഫയൽ ഉണ്ടാവും. ഈ സിലബസ്, പുതിയ സിലബസ് വന്നതിന് ശേഷമുള്ള റാങ്ക് ഫയൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിന് ഉപയോഗിക്കുക. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പലരും പറയും റാങ്ക് ഫയലൊക്കെ ചാടേണ്ടതാണ്, കത്തിക്കേണ്ടതാണ് അല്ലെ, അല്ലെങ്കിൽ തലക്കി വെച്ച് കിടന്നുറങ്ങേണ്ടതാണെന്നൊക്കെ പറയുമെങ്കിലും അതല്ല. SCERT കൂടാതെ നോൺ SCERT കണ്ടന്റും പല പരീക്ഷകളും ഇഷ്ടംപോലെ കാര്യങ്ങൾ വരാറുണ്ട്. ഇന്ന് നമുക്ക് ഓരോ വിഷയത്തിനും, ഇപ്പോൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുന്ന പോലെ ഓരോ വിഷയത്തിനും റെഫറൻസ് ഗ്രന്ഥങ്ങൾ തപ്പിപ്പോകുന്നതിന് പകരം ഈ ഒരു 10th ലെവലിലൊക്കെയുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്ക് ഫയലുകളിലൊക്കെയും ഇത്തരം റെഫറൻസ് ഗ്രന്ഥങ്ങൾ അത് പരിശോധിച്ച് അവിടെ നിന്ന് ചേർത്ത് വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ഗുണം ചെയ്യും. അല്ലാതെ അത് ഗുണം ചെയ്യാത്തൊരു വസ്തു അല്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, യെസ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. ദെൻ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒന്നുകിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് പഠിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾഡ് ബാച്ച് ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട് ഈ ഒരു ജൂൺ 23-ാം തീയതി. എൻ്റെ നേതൃത്വത്തിൽ തന്നെയുള്ളൊരു ബാച്ചാണത്. അപ്പം ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ ഗോൾഡ് ബാച്ച് നിങ്ങൾക്ക് അറിയാം, ഓരോരുത്തരുടെയും ബാച്ച് എന്ന് പറയുമ്പോൾ അവരാണ് അതിൻ്റെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ബാച്ചിലാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്നൊരു എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോവുക. ഞാനും എൻ്റെ കൂടെ വേറെയും മെൻറ്റേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടിനായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ട് ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ട് വീക്ക്ലി എക്സാം അല്ലെ, മന്ത്ലി എക്സാം, സ്പെഷ്യൽ റിവിഷൻ എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഇങ്ങനെ മാക്സിമം എക്സാമുകൾ ചെയ്ത് പരീക്ഷാ സമ്മർദ്ദം ഒക്കെ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ബാച്ചാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ടോ നിങ്ങൾക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഒന്ന്, നിങ്ങൾ ചുമ്മാ സിലബസ് തീർത്താൽ മാത്രം പോരാ. ആ സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ റിവിഷൻ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കണം അല്ലേ, അല്ലെങ്കിൽ അതിങ്ങനെ ചോർന്നു പോകും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 1-2 വർഷം പഠിച്ച വലിയ ലെവലായി എന്ന് വിചാരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ, അവർ 2 മാസം ഒരു ഗ്യാപ്പ് ഇട്ടാൽ തീർന്ന് അവർ വീണ്ടും പിറകിലായി. പലരും അവരുടെ കൂടെ എത്തി. പിന്നെ എന്താണ്, ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ റിവിഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് അതേപോലെ തന്നെ ശ്രദ്ധിക്കണം. ദെൻ
രണ്ടാമത്തെ കാര്യം റിവിഷൻ മെറ്റീരിയൽ. അതായത് ഇത് നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഉണ്ടാവും, PDF നോട്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഒരു അനുപാതം വേണം. നമുക്ക് വായിച്ചുള്ള പഠനവും റെക്കോർഡഡ് ക്ലാസ്സിലൂടെയുള്ള പഠനവും ദെൻ ലൈവ് സെഷനിലൂടെയുള്ള, അതായത് ഡൗട്ട് ക്ലിയറൻസ്, മോട്ടിവേഷൻ സെഷൻ, അതൊക്കെ ലൈവ് കിട്ടാൻ നമുക്ക് ഗുണകരമാണ്. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഒരു അനുപാതം ഉണ്ടായിരിക്കണം. അതില്ലാതെ ചുമ്മാ ഫുൾ ലൈവ് കണ്ട് പഠിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല, നിങ്ങളുടെ സിലബസ് ഒന്നും തീർക്കലുണ്ടാവില്ല. ദെൻ ഫുൾ വായനയിലൂടെ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു പരിധി വരെ വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ അത് നടക്കുള്ളൂ. പല വിഷയങ്ങളും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഇന്ന് കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കേണ്ടതാണ്, അതൊക്കെ ക്ലാസ് കിട്ടിയാലല്ലാതെ മനസ്സിലാവാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും. പല ടോപ്പിക്കുകളും പല വിഷയങ്ങളും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇത് മൂന്നും തമ്മിൽ ഒരു അനുപാതം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് റിവിഷൻ മെറ്റീരിയൽ? അതെങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഏരിയ ക്ലാസ് കണ്ടിട്ടായാലും എന്തായാലും ആ ക്ലാസ് കണ്ട് പഠിക്കുന്ന ഏരിയ നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിലൂടെ ഒന്ന് വായിച്ചു പോവുക, ഓടിച്ചു പോവുക. അപ്പോൾ കയ്യിൽ 3 തരം പേനകൾ ഉപയോഗിക്കുക. ഒന്ന് ഒരു ചുവപ്പ് മഷി, പിന്നെ ഒരു പച്ച മഷി, പിന്നെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്. ഈ 3 മഷിപ്പേനകൾ കയ്യിലുണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യുക? വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണെങ്കിൽ അത് ബ്ലൂവോ ബ്ലാക്കോ കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. നിങ്ങൾ മുമ്പ് എപ്പോഴൊക്കെയോ പഠിച്ചിട്ടുണ്ട്, കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഓർമ്മ വന്നു, അങ്ങനെയുള്ള ഒരു ഫാക്ട്സ് ആണെങ്കിൽ, അതായത് നിങ്ങൾ പഠിച്ചൊരു ഫാക്ട്സ് ആണെങ്കിൽ അത് ഗ്രീൻ മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. ദെൻ ഒരു ഫാക്ട്സ് വായിക്കുന്നത് തീരെ അറിയില്ല, ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ഒരു ഫാക്ട്സ് ആണെങ്കിൽ അത് റെഡ് മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആ ഒരു നല്ല റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് മാറും. നിങ്ങൾക്ക് നല്ല ഒരു ഫുൾ റിവിഷൻ നടത്താനുള്ള ടൈം ഉണ്ടെങ്കിൽ 3 മഷി കണ്ട് അണ്ടർലൈൻ ചെയ്തും പഠിക്കുക. ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പഠനം നന്നായിട്ട് നടക്കും, നന്നായിട്ട് ഓർമ്മയിലേക്ക് നിൽക്കും. നമ്മൾ വായിക്കുന്നതോടൊപ്പം നമ്മൾ മനസ്സിൽ വായിക്കുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് ഉച്ചരിക്കുക, ചെറുതായിട്ട് പുറത്ത് വായിക്കുകയും ചെയ്യുക, അടിവരയും കൂടി ചെയ്യുമ്പോൾ ഈ പ്രോസസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പലതും കൂടുതലും ഉൾക്കൊള്ളുന്നതിനാൽ അതുകൊണ്ട് കൂടുതൽ നന്നായിട്ട് ഉറക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ ഇത് ഏറ്റവും ഗുണകരമാകുക പരീക്ഷ എടുക്കുന്ന സമയത്താണ്. നല്ലൊരു റിവിഷൻ മെറ്റീരിയൽ നിങ്ങൾക്ക് സെറ്റ് ആവും. അതായത് നിങ്ങൾ അടിവരയിട്ട സാധനങ്ങൾ കൂടുതൽ ടൈം ഉണ്ട്, 3 മഷി കൊണ്ട് അടിവരയിട്ട് ഒന്നുകൂടെ വായിക്കണം. ദെൻ കുറച്ച് ടൈം ആവുള്ളൂ എങ്കിൽ, വളരെ കുറച്ച് ടൈം ആവുള്ളൂ എങ്കിൽ റെഡ് കൊണ്ട് അണ്ടർലൈൻ ചെയ്തെങ്കിലും വായിക്കണം. കാരണം അത് നിങ്ങൾ അന്ന് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയ ഫാക്ട്സ് ആയിരുന്നു, അപ്പോൾ അതൊന്നുകൂടെ ഉറപ്പിക്കേണ്ടതുണ്ട്. ദെൻ കുറച്ചുകൂടെ കൂടുതൽ സമയം ഉണ്ടെങ്കിൽ റെഡും ഗ്രീനും നോക്കണം. വളരെയധികം സമയം ഉണ്ടെങ്കിൽ റിവിഷൻ ആണെങ്കിൽ, ലാസ്റ്റ് ടൈമുള്ള റിവിഷൻ ആണെങ്കിൽ, കുറേ അധികം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 3 മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ നടക്കും. പിന്നെ അവസാനം നോട്ടിഫിക്കേഷൻ വന്നിട്ട് തുടങ്ങിയാൽ അവസാനം ഒരു ഹറിബറിയിലുള്ള പഠനമായിരിക്കും, ആകെ ടെൻഷനായിരിക്കും, പഠിച്ച കാര്യം തന്നെ പരീക്ഷയിൽ കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു നോട്ട്സ് തയ്യാറാക്കുക. അത് നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ക്ലാസ് കണ്ട് കംപ്ലീറ്റ് നോട്ട് എഴുതി പഠിച്ചാലേ റാങ്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. ആദ്യ റാങ്കുകൾ നേടി എല്ലാവരും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് കുനുകുന എന്ന് പറഞ്ഞ് നോട്ട് എഴുതിയവരല്ല. അത് മനസ്സിൽ വെച്ചോളൂ. ആ പേടിയേ നിങ്ങൾക്ക് വേണ്ട. മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് നോട്ടൊന്നും എഴുതിയെടുത്ത ഒരാളും പഠിക്കാറില്ല. ഞാനും പഠിച്ചത് അങ്ങനെയല്ല. എനിക്ക് ശേഷം എത്രയോ ഉദ്യോഗാർത്ഥികൾ ലക്ഷക്കണക്കിന് പേര് സർവീസിൽ കയറിയിട്ടുണ്ട്. അവരും അങ്ങനെയൊന്നല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കയറുന്നവരും ആദ്യ റാങ്ക് നേടുന്നവരെല്ലാവരും അങ്ങനെയൊന്നല്ല. അങ്ങനെ ചെയ്യുന്നവർ അപൂർവം ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയും ടൈം ഉണ്ട്. നിങ്ങൾ ഉറങ്ങുന്ന സമയം വെച്ച് ബാക്കി മുഴുവൻ ടൈം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. അതല്ലാത്ത ആളാണെങ്കിൽ ഇതിന് സമയം കിട്ടുന്നില്ല, ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും എന്നുള്ള പേടിയുണ്ടെങ്കിൽ അത് വേണ്ട. ഓക്കെ, ധൈര്യമായിട്ട് പോയിക്കോ. വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും പോയിന്റ്സ് വളരെ ഷോർട്ടായിട്ട് മാത്രം നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്പൈഡർ നോട്ട്സ് എന്തെങ്കിലും ഒരു കാര്യം അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3-4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് ഇട്ടിട്ട് അതിന് ഷോർട്ട് മാത്രം ആഡ് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള ചിത്രീകരണങ്ങൾ, അങ്ങനെയുള്ള നോട്ട്സ് മാത്രമേ ചെയ്യാവൂ. അല്ലാതെ കംപ്ലീറ്റ് നോട്ട് ചെയ്തതിൻ്റെ ആവശ്യമില്ല. സമയം ഇഷ്ടം പോലുള്ളവർ ചെയ്യുന്നതിൽ ഒരു വിരോധവും ഇല്ല. ഓക്കെ, ദെൻ നിങ്ങളുടെ കയ്യിൽ ഒരു OMR ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കണം. ആ OMR ബുക്ക്ലെറ്റ് കയ്യിലുണ്ടാവുക. അതെന്തിനാണ്? നിങ്ങൾക്ക് ഈ കാലയളവിൽ പല പരീക്ഷകളും ചെയ്യണം. നിങ്ങൾ യഥാർത്ഥ പരീക്ഷ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ പരീക്ഷകൾ ചെയ്താലാണ് യഥാർത്ഥ പരീക്ഷയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. മാക്സിമം പരീക്ഷ എഴുതണം. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ OMR ബുക്ക്ലെറ്റ് ഉപയോഗിച്ച് ബബിൾ ചെയ്ത് തന്നെ ശീലിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും ഗുണകരമായിട്ട് മാറും. ടൈം മാനേജ്മെന്റിന്, അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അതുകൊണ്ട് ഒരു OMR ബുക്ക്ലെറ്റ് കയ്യിൽ വാങ്ങി വെക്കുക. അറിയാലോ, നമ്മുടെ PSCയുടെ OMR ഷീറ്റിന് അതേ മാതൃകയിലുള്ള ബുക്ക്ലെറ്റ് ഒക്കെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക്ലെറ്റ് ഈ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ ഏതെങ്കിലും വരുമ്പോൾ അതിന്റെ ഫോട്ടോസ് എടുത്ത് വെച്ചാലും മതി കുറച്ച്. എന്നിട്ട് അതിൽ ഓരോ പരീക്ഷയും ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ഇനി അങ്ങോട്ടേക്കുള്ള LDC വരട്ടെ. അതിന് മുമ്പ് ഇനി എല്ലാ PSC പരീക്ഷ, പുതിയ ആൾക്കാരാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ PSC പരീക്ഷ അപ്ലൈ ചെയ്യുക. ഓൾറെഡി ഈ ഫീൽഡിലുള്ള ആളുകളാണെങ്കിൽ എല്ലാ പരീക്ഷ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തൊക്കെ എഴുതുകയും ചെയ്യുക അല്ലെ. എന്നിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് യോഗ്യതയില്ലാത്ത പരീക്ഷയാണെങ്കിലും തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുമ്പോൾ അതിന് നിങ്ങൾക്ക് നേടിയ മാർക്ക് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കും. ആ സമയത്ത് അവിടുത്തെ ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവുമല്ലോ, അതും എഴുതി വെക്കുക. കട്ട് ഓഫ് മാർക്കിനേക്കാളും 1-2 മാർക്ക് അധികം കിട്ടിയാൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് ആയി. ഇതൊക്കെ നമ്മുടെ മുന്നോട്ട് പോക്കിന് ഇടയ്ക്കിടെ കിട്ടുന്ന
ഒരു ഉത്തേജനങ്ങളാണ്. അത് നമ്മളെ മുന്നോട്ടേക്ക് വളരെ വേഗത്തിലേക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങളെ അത് സഹായിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകളും നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന LDC ആണെങ്കിൽ അത് എന്നുള്ളതല്ല, ഏത് ലെവൽ പരീക്ഷകളും അറ്റൻഡ് ചെയ്തേക്കുക. നിങ്ങൾ ഡിഗ്രി ലെവൽ നോക്കുന്നില്ല, ഡിഗ്രി നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, ചുമ്മാ പോയി എഴുതിയേക്കുക. ഒരു യഥാർത്ഥ പരീക്ഷയുടെ മുമ്പേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പരീക്ഷയുടെ മുമ്പേ നിങ്ങൾ ഇഷ്ടംപോലെ പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ ആ യഥാർത്ഥ പരീക്ഷയ്ക്ക് പോകുന്നതും നിങ്ങൾ ഏറ്റവും നന്നായി പഠിച്ച് എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞിട്ട് ആദ്യ പരീക്ഷയായിട്ട് നിങ്ങൾ ഈ LDCക്ക് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ നിങ്ങൾ എത്ര പഠിച്ചാലും ഒരുപക്ഷെ നിങ്ങൾ തോറ്റുപോകും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നിങ്ങൾ അർഹിക്കുന്നതിനേക്കാളും 10-15 മാർക്ക് കുറഞ്ഞായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് മാക്സിമം PSC എക്സാമുകൾ എഴുതി തന്നെ ശീലിക്കുക. ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളുമായി എൻട്രി ചെയ്ത ഈ ജൂൺ മാസം വരുന്നു. ജൂൺ മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? പലരും ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞ് ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയമാണിത്. നിങ്ങളും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും തലപൊക്കി തുടങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഒരുപാട് എക്സാം നോട്ടിഫിക്കേഷനുകൾ ഈ മാസം പുറത്തു വരുന്നുണ്ട്. സോ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണ്. മാത്രമല്ല, എൻട്രി എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി നിങ്ങളിപ്പോൾ ഏത് PSC കോഴ്സിൽ ചേർന്നാലും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളാണ്. അതെ, നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകൾ തന്നെ. സോ ഇനി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പരീക്ഷകൾക്കായി തയ്യാറെടുക്കാം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ. ഓർക്കുക, തയ്യാറെടുപ്പുകൾ ഇന്നേ തുടങ്ങിയാൽ ഉറപ്പായും അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും. സോ ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. തൊഴിൽ പ്രസിദ്ധീകരണം ഏതെങ്കിലും ഒന്ന് വാങ്ങുക. തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ പോലെയുള്ള ഏതെങ്കിലും ഒരു തൊഴിൽ പ്രസിദ്ധീകരണം നിർബന്ധമാക്കുക. കാരണം പരീക്ഷ നടക്കുമ്പോൾ ആ ഓരോ പരീക്ഷയുടെയും ചോദ്യപേപ്പറുകൾ വരുന്നതൊക്കെ ചെയ്തു നോക്കാനും മറ്റ് കാര്യങ്ങൾ അറിയാനും അല്ലേ, ഫീച്ചറുകൾ വായിക്കാനും, പരീക്ഷകൾ മോഡൽ എക്സാമുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, അതൊക്കെ ചെയ്തു നോക്കാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു തൊഴിൽ പ്രസിദ്ധീകരണം ഉപയോഗിക്കാം. ഓക്കെ, അത് സ്വാഭാവികമായിട്ടും തൊഴിൽ വീതിയോ അല്ലെങ്കിൽ തൊഴിൽ വാർത്തയോ നിങ്ങൾക്ക് വാങ്ങാം. ദെൻ ചോദ്യ പാറ്റേണുകൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു 20-ൽ പരം ചോദ്യ രീതികളുണ്ട്. PSCയുടെ പുതിയ ചോദ്യ രീതികൾ ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 20 PSC പാറ്റേൺ സുജേഷ് പുറക്കാട് അടിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ആ പാറ്റേണുകൾ മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് ഓരോ ഏരിയയും പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാമെന്ന് സങ്കല്പിച്ചുകൊണ്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിച്ചില്ലെങ്കിലും, അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ എഴുതി ശീലിച്ചില്ലെങ്കിലും മനസ്സിലെങ്കിലും ഉണ്ടാക്കി ശീലിക്കണം. എന്നാലേ അത്തരം ചോദ്യങ്ങൾ അടങ്ങിയ പരീക്ഷകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം എക്സാമുകൾ എഴുതാനുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കരുത്. ഓക്കെ, എൻട്രിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാന ഗുണം അതാണ്. നിങ്ങൾക്ക് പഠിക്കുന്ന ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും. പിന്നെ ഒരു 5-6 ടോപ്പിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാം, മൊത്തത്തിലുള്ള എല്ലാം കൂടെ ചേർത്തുകൊണ്ട് എക്സാം ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള ഒരു സ്റ്റഡി സർക്കിൾ, ഒരു 3-4 സ്റ്റഡി സർക്കിൾ കഴിഞ്ഞാൽ ആ എല്ലാ സ്റ്റഡി സർക്കിളും കൂടെ ചേർത്തുകൊണ്ടുള്ള എക്സാം ഉണ്ടാവും. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് മോഡൽ എക്സാമുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, എഴുതണം. എന്നാൽ മാത്രമാണ് നമ്മളൊരു മികച്ച റാങ്ക് നേടുന്ന ഒരു പരുവത്തിലേക്ക് എത്തുള്ളൂ. ഓക്കെ, ദെൻ ലോജിക്കൽ കറക്കി കുത്തിപ്പളെ തുടങ്ങി വെക്കുക. യഥാർത്ഥ പരീക്ഷ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇഷ്ടംപോലെ പരീക്ഷകളിൽ അത് ചെയ്ത് പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് നമുക്കത് യഥാർത്ഥ പരീക്ഷ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ശരിയും കുറഞ്ഞ തെറ്റുമായി മാറുള്ളൂ. അല്ലെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നിങ്ങളൊരു 10 എണ്ണം കറക്കി കുത്തി നോക്കിയാൽ 9 എണ്ണം തെറ്റും 1 ശരിയായിരിക്കും, ചിലപ്പം 10ഉം തെറ്റായിരിക്കും. ചുമ്മാ കറക്കി കുത്താൻ പറഞ്ഞാൽ കണ്ണും പൂട്ടി കുത്തലല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. പണ്ട് പറഞ്ഞില്ലേ, അത്തള കുത്തല തവളാച്ചി പറഞ്ഞ C കുത്തിയ D കുത്ത, അതല്ല. ലോജിക്കൽ കറക്കി കുത്താണ്. ഓപ്ഷൻ നോക്കിയിട്ടും ചില സ്പാർക്ക് ഉപയോഗിച്ചും അല്ലെ 1-2 സ്റ്റേറ്റ്മെന്റുകൾ അറിയാം. അപ്പം പിന്നെ ഇങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കാം, അങ്ങനെയുള്ള ഇല്യൂഷന്റെ പുറത്തോ അല്ലെങ്കിൽ ഓപ്ഷനുകളിലുള്ള ആ ഒരു വ്യത്യാസമൊക്കെ മനസ്സിലാക്കിയിട്ടോ ചോദ്യകർത്താവിന്റെ സൈക്കോളജി നോക്കിയിട്ടോ ഒക്കെ കറക്കി കുത്താം. അങ്ങനെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ചോദ്യകർത്താവിന്റെ സൈക്കോളജി നോക്കുന്ന അത് മനസ്സിലാക്കിയിട്ടും കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആൻസർ ശരിയാക്കാൻ പറ്റും. അങ്ങനെയുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴേ ശീലിക്കുക എന്നുള്ളതാണ്. പഠിച്ചു പോകുന്ന സമയത്ത് നമ്മളത് ശീലിക്കണം. ദെൻ വിജയികളുമായിട്ടുള്ള കൂട്ട് അല്ലേ, കാരണം ഈ വിജയികളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പാടായിരിക്കും. ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നേടിക്കഴിഞ്ഞാൽ അവർ അവരുടെ വഴിക്ക് പോകും, നിങ്ങളായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും. സ്വാഭാവികമാണ്, കാരണം അവർക്ക് അവിടെ പുതിയ ബന്ധങ്ങൾ വരികയാണ്, പുതിയ തിരക്കുകൾ വരികയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം കുറയും അല്ലേ. നമ്മുടെ ചുറ്റും ഉണ്ടാവുക ആരാണ്, ഇത് ശ്രമിച്ചു നോക്കി കിട്ടാത്ത ആളുകളാണ്. ഇവരെപ്പോഴും നമ്മളെ നെഗറ്റീവ് കൊണ്ട് മൂടും, പല അഭ്യൂഹങ്ങൾ പരത്തും അല്ലേ. കട്ട് ഓഫ് കൂടുതലായിരിക്കും, ഒഴിവ് അത്രയേ ഉള്ളൂ, ഇനി നിയമനം നടക്കൂല, മറ്റവർക്കേ കിട്ടൂ, പാർട്ടിക്കാർക്കേ കിട്ടൂ, ഇങ്ങനെ പല കാര്യങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ കൂടെ നിൽക്കാനും ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു തരാനും ഇങ്ങനെ പഠിച്ചിട്ടാണ് ഞാൻ പണ്ട് നേടിയെന്ന് പറഞ്ഞു തരാനുള്ള ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും പറയുന്നിടത്താണെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആളുകൾ വന്ന് മൂടുകയും ചെയ്യും.
അതുകൊണ്ട് മാക്സിമം വിജയികളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അവരുമായിട്ടുള്ള ചങ്ങാത്തം എത്ര വില കൊടുത്തും നിലനിർത്താൻ ശ്രമിക്കുക. നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടുക. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇത് നേടണമെന്ന് ഉറപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് മാത്രം, നെഗറ്റീവ് പകരുന്ന ആളുകളുമായിട്ടുള്ള എല്ലാ സൗഹൃദങ്ങളും മുറിച്ചു മാറ്റുക, മുന്നോട്ട് പോവുക, വിജയിക്കുക. അതാണ് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ബാച്ചിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്ലൈഡ് അതിൻ്റെ ഇടയിൽ അവർ ചേർത്ത് പോയിട്ടുള്ളതാണ് വീണ്ടും. അപ്പം 23-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് എൻ്റെ കൂടെ ചേർന്ന് പോവാം. എൻട്രിയുടെ അടുത്ത ബ്രാൻഡ് അംബാസിഡർമാരാകാനുള്ള ആളുകളെയാണ് അടുത്ത LDC. ഇതാ ഇപ്പോൾ LDCയുടെ റിസൾട്ട് വന്നു അല്ലെ, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇതാ തൊട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ LDCക്ക് ഓരോ ജില്ലകളിലും റാങ്കുകൾ നേടിയ ആളുകളുടെ മിടുക്കന്മാരുടെയും മിടുക്കികളുടെയും വിവരങ്ങളൊക്കെ ഇപ്പം വരാൻ പോവുകയാണ്, ഇനി വരും. അപ്പോൾ ആ സമയത്ത് അവരാണ് എൻട്രിയുടെ ബ്രാൻഡ് അംബാസിഡർമാർ. നാട്ടിൽ നിങ്ങളെ അല്ലേ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ നിരന്ന് കാണാൻ പോകുന്ന ഹോൾഡിങ്സുകളിലൊക്കെ ഉണ്ടാവുന്നത് ഞാനോ പ്രദീപ് സാറോ അല്ലെങ്കിൽ എൻട്രിയിലെ മറ്റ് അധ്യാപകരോ ഒന്നും അല്ല. ആരായിരിക്കും? യെസ്, എൻട്രിയിലെ മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള നിങ്ങളാണ്. റോഡുമല ഇങ്ങനെ അല്ലേ വലിയ ആൾപ്പൊക്കത്തിലുള്ള ഹോൾഡിങ്സിൽ നിറഞ്ഞു നിൽക്കുക. അങ്ങനെ ആളുകൾ ഓൾറെഡി നേടിപ്പോയ ആളുകളാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർമാർ. അങ്ങനെ എൻട്രിയുടെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള അടുത്ത ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾക്കും വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് മാത്രമല്ല, അത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാനൊക്കെ സർക്കാർ ജോലി നേടുന്നത്, ഞാൻ 22-ാം വയസ്സിലാണ് നേടുന്നത്, സർക്കാർ ജോലി നേടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ എന്താണ്, നമ്മൾ പരീക്ഷകൾ എഴുതുന്നു, ഇപ്പോൾ പരീക്ഷകൾ നോക്കുന്നില്ല, ഇപ്പോൾ ആ ഒരു മെന്റാലിറ്റി മാറി അല്ലേ. സർക്കാർ സർവീസിൽ നിന്ന് ശമ്പളരഹിത അവധി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. പലരും എന്താ വിചാരിക്കുക, ജോലി കിട്ടിയിട്ടും സാറ് ജോലി ചെയ്യുന്നില്ലല്ലോ, എന്നിട്ടാണോ ഞങ്ങളെ ജോലിക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ചിന്തിക്കുക. അത് വളരെ നെഗറ്റീവ് ചിന്താഗതിയാണ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ സർക്കാർ ജോലി നേടിയതിൻ്റെ വലിയൊരു ആകർഷണീയത എന്ന് പറയുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും സ്കില്ല് ഉണ്ടെങ്കിൽ ആ സ്കില്ല് ഉപയോഗിക്കാനുള്ള ഒരു 5 വർഷത്തെ ശമ്പളരഹിത അവധി നമുക്ക് കിട്ടുന്നു എന്നുള്ളത് സർക്കാർ ജോലിയുടെ ഏറ്റവും വലിയ ആകർഷണീയതകളിൽ ഒന്നാണ് അല്ലേ. പെൻഷൻ അല്ലേ, ലീവ് സറണ്ടർ, ഇങ്ങനെയുള്ള പല ആനുകൂല്യങ്ങളാണ്. പെൻഷൻ എന്നുള്ളത് ഇപ്പോൾ എന്തായി, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ മാറി കോൺട്രിബ്യൂട്ടറി ആയി, ഇനി പുതിയ പെൻഷൻ പദ്ധതി വരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ സർക്കാർ ജോലിയുടെ ആകർഷണീയതകളാണ്. നമുക്ക് വേറെ കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല മേഖലകളിലേക്കും ചേക്കാറാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ സർക്കാർ ജോലി നേടിയിട്ടുണ്ട് എന്നുള്ളത്, നിങ്ങൾ ആ മേഖലയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു മേഖലയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് അതവിടെ ഏറ്റവും വലിയൊരു സ്വീകാര്യത നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ, ഇപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾ വിജയിക്കില്ല എന്ന് കരുതുന്ന ഏരിയയിൽ നിങ്ങൾ നേടിയതിനു ശേഷം ലീവ് എടുത്ത് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ജോലി റിസൈൻ ചെയ്ത് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉറപ്പായിട്ട് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ഗുണം കൂടി ചെയ്യാൻ പറ്റും. നിങ്ങൾ 3 മാസം കൂടുതൽ ലീവ് എടുക്കുന്ന സമയത്ത് വേറെ ഒരാൾക്ക് നിങ്ങൾ ജോലി കൊടുക്കുകയാണ്. പലരും ഇതിനെപ്പറ്റി അറിയാത്തവർ, അവരെന്താ പറയാന്നറിയോ, ഒരാളുടെ ജോലി പോക്കിയിട്ടല്ലേ സാറ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ജോലി പോക്കിയിട്ടല്ലേ മറ്റേ ആൾ നിൽക്കുന്നതെന്നൊക്കെയാണ് പറയുക. ഒഴിവാക്കിക്കൂടെ എന്നൊക്കെയാണ് ചോദിക്കുക. നേരെ തിരിച്ചാണ് സംഭവം അല്ലേ. നിങ്ങൾ 3 മാസം കൂടുതൽ ലീവ് എടുത്താൽ അവിടെ ആ പോസ്റ്റിലേക്ക് ആളെ വെക്കും. ഇപ്പം ഞാൻ ലീവ് എടുത്തോടുകൂടി അവിടെ ആ പോസ്റ്റിലേക്ക് ആൾ വന്നു. ആ പോസ്റ്റിലേക്ക് ഒരാൾ വരുന്ന എവിടുന്ന, താഴെയുള്ളയാൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടാണ്. അപ്പോൾ താഴെയുള്ളയാൾക്ക് അതിൻ്റെ താഴെയുള്ള ആളെന്ന് പ്രൊമോഷൻ കിട്ടും, അതിൻ്റെ താഴെയുള്ളയാൾക്ക് അതിൻ്റെ താഴെ ആളെന്ന് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ എൻട്രി കേഡറിൽ പുതിയ ആൾ വരും. അതാണ്, അങ്ങനെ ഒരു ഒഴിവ് നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ആ കാര്യം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിലും. അപ്പോൾ നിങ്ങൾക്ക് ജോലി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾ മുരടിച്ചു പോവാതെ നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടെ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാനുള്ള അവസരം കൂടെ എവിടെയുണ്ട്, സർക്കാർ ജോലിയിലുണ്ട്. അത് മുമ്പ് 20 വർഷം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 5 വർഷമാക്കി കുറച്ചിട്ടുണ്ട്. മാക്സിമം 5 വർഷമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ മേന്മകൾ സർക്കാർ ജോലിക്കുണ്ട് എന്നുള്ളതാണ് പ്രൈവറ്റ് ജോലിയിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാവരും പറയും സർക്കാർ ജോലിയൊക്കെ ഇത് നോക്കാനാ പ്രൈവറ്റ് ജോലിക്ക് പോയി കൂടെ എന്ന്. ഓക്കെ, പ്രൈവറ്റ് ജോലിയിൽ പോയിട്ട് അവിടെ വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിതം മാറ്റിമറിക്കുന്ന സാലറികൾ വാങ്ങുന്നത് വളരെ ചെറിയ ശതമാനം പേരാണ്. ബാക്കിയുള്ള വലിയൊരു ശതമാനം ആളുകളും വാങ്ങുന്ന സാലറി ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ വാങ്ങുന്നതിനേക്കാളും ചെറിയ സാലറിയാണ്. ഒരു LGS കാരൻ വാങ്ങുന്നതിനേക്കാളും ചെറിയ സാലറിക്കാണ് പ്രൈവറ്റ് മേഖലയിൽ വൻ ഭൂരിഭാഗം ആളുകളും വർക്ക് ചെയ്യുന്നത് അല്ലേ. ഒരു 20,000-ൽ താഴെയുള്ള ശമ്പളത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക് പ്രൈവറ്റ് മേഖലയിൽ. എല്ലാവരും പറയും പ്രൈവറ്റ് മേഖലയിലേക്ക് കടക്കൂ, സർക്കാർ ജോലി നോക്കണ്ട എന്നുള്ളത്. ഇതൊന്നിനെ പറ്റി അറിയാത്തവരാണ്. ഞാൻ 2 മേഖലയും വർക്ക് ചെയ്തുകൊണ്ട് 2 ഇടത്തിലുള്ളത് കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, യെസ്. ഇനി സ്റ്റഡി പ്ലാൻ ആണ്. സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇന്ന് ഡിഗ്രി ലെവൽ പരീക്ഷകൾ, +2 ലെവൽ പരീക്ഷകൾ, 10th ലെവൽ പരീക്ഷകൾ, ഈ 3 വിഭാഗമാക്കി മാറ്റി തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഇപ്പോൾ ഡിഗ്രി ലെവൽ അതിൻ്റെ ട്രെൻഡിനനുസരിച്ചുള്ള ഹോട്ട് ടോപ്പിക്സ് വേറെ ആയിരിക്കും. ദെൻ +2 ലെവൽ അതിൻ്റെ ട്രെൻഡ് അനുസരിച്ചുള്ള ഹോട്ട് ടോപ്പിക്സ് വേറെ ആയിരിക്കും. 10th ലെവൽ ട്രെൻഡ് അനുസരിച്ച് ഹോട്ട് ടോപ്പിക്സ് വേറെയാണ്. അപ്പം ഇതിൻ്റെ 3ൻ്റെ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പിൽ മാത്രമാണ് ഇന്നത്തെ പഠനത്തിൽ മാറ്റം വരുന്നത്. ഞാൻ 3 വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൽ 10th ലെവൽ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്
ആ ഒരു വീഡിയോ തന്നെയാണിത്. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സംഭവങ്ങൾ. അത് കണ്ടവർ ഇത് കാണണമെന്നില്ല, അല്ലാത്തവർ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. കാരണം എന്താ, ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളാണ്. ഈ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ടോപ്പിക്കുകൾ ആദ്യം പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ, തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ കാണാനും അതിന് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഉയരും. അതേസമയം നിങ്ങളൊന്നും അറിയാതെ സിലബസ് എടുത്തു വെക്കുന്നു. സിലബസിൽ ഫസ്റ്റ് ഹിസ്റ്ററി അല്ലേ, അതിൽ എന്താണ് ബ്രിട്ടീഷ് ആധിപത്യം തുടക്കം അല്ലേ, അല്ലെങ്കിൽ ഓരോ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അങ്ങനെ വ്യത്യാസം. അതും തുടങ്ങുമ്പോൾ അവിടെ തന്നെ ഇങ്ങനെ പഠിച്ചു പോവുകയാണ് നിങ്ങൾ. ആ ബ്രിട്ടീഷ് ആധിപത്യം തന്നെ കുറേ ദിവസം ഇങ്ങനെ പഠിച്ചു പോകുന്നു റാങ്ക് ഫയൽ ഉപയോഗിച്ച്. എന്നിട്ടോ അവിടെ നിന്നിട്ടുള്ള ചോദ്യമായിട്ട് കാണുന്നില്ല. അപ്പോൾ അതേസമയം നമ്മൾ ഏറ്റവും ആവർത്തിച്ച് വരുന്ന ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉയരും. ചോദ്യങ്ങൾ കാണുമ്പോൾ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മളെ കൊണ്ട് നടക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോട്ട് ടോപ്പിക്സ് ആണ്. അതിൻ്റെ ഓരോ ടോപ്പിക്കും പഠിക്കുക, എന്നിട്ട് അതിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. ഇപ്പം ഈ ഒരു ബാച്ചിൽ ഞാനിത് കൊണ്ടുപോകുക എങ്ങനെയാണ്, ഇപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്കായിട്ട് ഭൂമിയുടെ ഘടന. ഇപ്പം ഇഷ്ടംപോലെ ടൈം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ 2 ദിവസം എടുത്തൊക്കെ നമുക്കത് പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഹിസ്റ്ററി, 1 മണിക്കൂർ ജോഗ്രഫി, 1 മണിക്കൂർ മാത്സ്, 1 മണിക്കൂർ മലയാളം ഇങ്ങനെ പഠിച്ചാൽ മതിയോ സാറേ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല, നിങ്ങൾ ഔട്ട്ഡേറ്റഡ് പേഴ്സൺ ആണ്. പഴയകാല PSCക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോഴും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, വളരെ വ്യസനത്തോടെ നിങ്ങളത് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ഉണ്ടാവുകയും ആ മാറ്റം വരുത്തുകയും ചെയ്യണം. ആദ്യം മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ടോപ്പിക്ക് എന്നെ ഒരു ദിവസം ഇരുന്ന് പഠിക്കാൻ നോക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങൾ മാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ PSC നേടാൻ പറ്റില്ല എന്നുള്ളത് തിരിച്ചറിയുക. കാരണം എന്താ, ഇന്നത്തെ ചോദ്യ രീതി അതാണ്. ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ച് അതിനെ മുക്കും മൂലയും അരിച്ചു പെറുക്കി പഠിച്ചാലാണ് അവിടെ നിന്ന് വരുന്ന ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഡെപ്തിൽ പഠിച്ചെടുക്കണം. അല്ലാതെ അവിടെ നിന്ന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 10 ക്വസ്റ്റ്യൻ മാത്രം 1 മണിക്കൂറോട് പഠിച്ച് പിന്നെ വേറെ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 10 ക്വസ്റ്റ്യൻ പഠിച്ച് അങ്ങനെ കുറേ റിവിഷൻ എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം അവിടെ നിന്ന് ഇവിടുന്ന് തപ്പി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്താതെ പോകും. അത് നമുക്ക് പിന്നീട് പറ്റും അല്ലേ. എല്ലാം കഴിഞ്ഞ് സിലബസ് ഒക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും എന്താണ് റിവിഷനൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ നടത്തിയതിന് ശേഷം വെറുതെ ഒന്ന് ചുമ്മാ ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. അതല്ലാതെ ഇപ്പോൾ പഠിക്കുമ്പോൾ നല്ല ഡെപ്ത് തന്നെ പഠിക്കണം. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം ടേബിൾ, 1 മണിക്കൂർ ടൈം ടേബിൾ, 1 മണിക്കൂർ എങ്ങനെ 5 മണിക്കൂർ കിട്ടുന്നത് അല്ലേ, പിന്നെ അരമണിക്കൂർ വേറെയും അരമണിക്കൂർ വേറെയും, അങ്ങനെ 4 അരമണിക്കൂറും ഇങ്ങനെയൊക്കെ ആക്കി തിരിച്ച് ഒരു ദിവസം മാത്സിൻ്റെ ഇത്തിരി, ഇംഗ്ലീഷിൻ്റെ ഇത്തിരി, മലയാളത്തിൻ്റെ ഇത്തിരി, ജോഗ്രഫി ഇത്തിരി, ഹിസ്റ്ററി ഇത്തിരി, സയൻസ് ഇത്തിരി ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെ എത്തില്ല. കാരണം ചോദ്യ രീതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഇന്നത്തെ പാറ്റേണിൽ കൺസെപ്റ്റ് അറിഞ്ഞ് മനസ്സിലാക്കി ആ ടോപ്പിക്കിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ പഠിച്ചു തീർത്ത് അവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാമോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിന്തിച്ച് അങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇപ്പോൾ എൻ്റെ ഒരു ബാച്ചിലാവുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ടോപ്പിക്ക്, അപ്പോൾ അതിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. SCRT-യും NCRT-യും SCRT-യിലും NCRT-യിലും ഇല്ലാത്ത പോയിന്റ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള സാറിൻ്റെ ക്ലാസ്സാണ്, ബിപിൻ സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ് കൃത്യമായിട്ട് കാണുന്നു. എന്നിട്ടോ അന്നത്തെ ദിവസം അതിൻ്റെ എക്സാം ഉണ്ടാവും. ആ 2 ദിവസം കൊണ്ട് അത് പഠിച്ചു തീർന്നാൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെ റിവിഷൻ എക്സാം, അതിൽ നിന്നുള്ള ഒരു 20-25 ചോദ്യങ്ങളുടെ എക്സാം ഉണ്ടാവും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. അതോടുകൂടി അവിടെ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരാമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതും അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി ആ ടോപ്പിക് അവിടെ എന്താവുന്നു, പെർഫെക്റ്റ് ആവുന്നു. എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ഈ രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കേണ്ടത്. അത് മനസ്സിലാക്കുക. തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഈ ഭൂമിയുടെ ഘടന എടുത്ത് വെച്ചിരിക്കുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ആ തിരിച്ചറിവുണ്ടായാൽ മാത്രം മതി. ഇതിനെ ഞാൻ ഓവർകം ചെയ്യാൻ എനിക്ക് 1 ആഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ മതി. ഓവർകം ചെയ്താൽ ഞാൻ 1ാം റാങ്കുകാരനാണ്. ആ ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. അതല്ല പഴയ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതായി പോകും. സപ്ലൈ ലിസ്റ്റിലോ അല്ലെങ്കിൽ ലിസ്റ്റിൽ ഏതെങ്കിലും അറ്റത്തോ അല്ലെങ്കിൽ ലിസ്റ്റിൽ പെടാതെയോ അല്ലേ, അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ കിട്ടിയില്ല എന്ന് പരിദേവനം പറയുന്ന ആളുകളുടെ കൂട്ടത്തിലേക്കോ ഒക്കെ നിങ്ങൾ മാറിപ്പോകും. കാലം മാറി, പരീക്ഷാ രീതി മാറി, പാറ്റേൺ മാറി, മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക് ഐക്യ കേരള പ്രസ്ഥാനം. ഇങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഉത്തരപർവ്വത മേഖല, നീതി ആയോഗ്, ഭരണഘടനാ നിർമ്മാണ സമിതി, ഈ ഒരു 2024-25 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരം ടോപ്പിക്കുകളിലൂടെ ഇങ്ങനെ പോവുക. ദുരന്ത നിവാരണ അതോറിറ്റി, ജീവകങ്ങളും ധാതുക്കളും, അപര്യാപ്ത രോഗങ്ങളും, അളവുകളും യൂണിറ്റുകളും, പോക്സോ നിയമം, ഇത്രയും 10 ടോപ്പിക്കുകൾ അത് 10-20 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കും. ഈ 10 ടോപ്പിക്ക് പഠിച്ചാൽ 10 മാർക്ക് മിനിമം നിങ്ങൾക്ക് ഉറപ്പാന്നേ. മറ്റത് അതല്ല, നിങ്ങൾ ഈ ക്രമത്തിൽ സിലബസ് ക്രമത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിലുള്ള ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ഹിസ്റ്ററി തീരണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാസങ്ങൾ എടുക്കും. എന്നിട്ടോ അവിടുന്ന് കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും? ചിലപ്പോൾ 1 മാർക്കോ 2 മാർക്കോ ആയിരിക്കും. പഠിക്കാനെടുക്കുന്ന മാസം 2-3 മാസം ആയിരിക്കും. അതേസമയം ഈ 10 ടോപ്പിക്ക് ഒരു 10-20 ദിവസം കൊണ്ട് നിങ്ങൾ തീർത്താൽ 10 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും.
അതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ, ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് റിസർവ് ഉണ്ടാണെങ്കിൽ പരീക്ഷ പേപ്പറുകളായിട്ട് ബന്ധമാണ്, ചോദ്യപേപ്പറായിട്ട്. ആ ചോദ്യപേപ്പറായിട്ട് നിരന്തരം ബന്ധം. അതായത് 2006 ഡിഗ്രി കഴിഞ്ഞ് ശേഷമാണ് ഞാൻ ഈ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ചെറുങ്ങനെ തുടങ്ങി. അതിനുശേഷമാണ് സീരിയസ് ആയിട്ടുള്ള PSC പഠനം തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ നോക്കാതെ പോയിട്ടില്ല. അതിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് കാണാം, യൂട്യൂബിൽ വന്നതിന് ശേഷം അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് കാണാം. അതല്ലാതെ എല്ലാ ചോദ്യപേപ്പറുകളും നമ്മൾ നിരന്തരം നോക്കുന്നതാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും ട്രെൻഡ് മാറുന്നത് കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ചാണ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഈ 10 ടോപ്പിക്കും പഠിച്ചിട്ട് പിന്നെ കുറച്ച് റിവിഷൻ ഡേ തരും. ആ 10 ടോപ്പിക് ഒന്നുകൂടെ റിവിഷൻ ചെയ്തിട്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു 100 മാർക്കിൻ്റെ റിവിഷൻ എക്സാം ഉണ്ടാവും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ടോപ്പിക് എല്ലാം പഠിച്ചത് സെറ്റ് ആവുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകും. സ്റ്റെപ്പ് 2 എന്താണ്? PYQ പരിചയപ്പെടലാണ്. അത് തൊട്ട് മുമ്പത്തെ 2024ലെയും 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ 10th ലെവൽ മാത്രം. LDC അല്ലേ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഒന്ന് പരിചയപ്പെടും. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് പരിചയപ്പെടും. ഏത് രീതിയിൽ ചോദ്യങ്ങൾ വരും, എങ്ങനെ വരുന്നു, എത്ര ആയത്തിൽ വരുന്നു, പിന്നെ നിങ്ങൾ പഠിച്ച ടോപ്പിക് എന്നുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ കാണുകയും ചെയ്യും. സന്തോഷമാവും, ആത്മവിശ്വാസം കൂടും, മുന്നോട്ട് പോകും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാറേ എന്ന് പറയും. കാരണം എന്താ, ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ ഈ ഹോട്ട് ടോപ്പിക്സ് പഠിക്കുന്നതോടുകൂടി കുറേ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ച ഏരിയകളിൽ നിന്ന് കാണാൻ പറ്റും. ഇത് പരിചയപ്പെടും. എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ റിവിഷൻ ഡേ തരും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പഠിച്ച ഏരിയ എന്ന് വന്ന ചോദ്യം ഏതെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ആ ഏരിയ ഒന്നുകൂടെ റിവിഷൻ ചെയ്യണം. അതിനുവേണ്ടി കുറച്ച് ദിവസം തരും. അത് ഒന്നുകൂടെ നന്നായിട്ട് ഉറപ്പിക്കാൻ 2 ദിവസം തരും. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. പിന്നെ സിലബസ് അനുസരിച്ച് ബാക്കിയുള്ള ഏരിയകൾ തീർക്കലാണ്. നമ്മൾ ഹോട്ട് ടോപ്പിക്സ് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. അതുകൂടാതെ ഓരോ വിഷയത്തിലുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ഇങ്ങനെ എല്ലാ വിഷയവും, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, നമ്മുടെ സിലബസിലുള്ള എല്ലാ വിഷയങ്ങളുടെയും സിലബസ് അനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ബാക്കിയുള്ളത് പഠിക്കുന്നു. ആ പഠിക്കുന്ന സമയത്ത് നല്ല ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നു, റിവിഷൻ ചെയ്യുന്നു, ഓരോ ദിവസവും പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ഏരിയ പഠിക്കുന്ന സമയത്തും പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ ഉണ്ടാക്കി ശീലിക്കണം. മാക്സിമം എക്സാം എഴുതണം. ലോജിക്കൽ കറക്കി കുത്ത് നടത്തി നോക്കണം. നമ്മൾ എൻട്രിയിൽ നടക്കുന്ന എക്സാമുകളിൽ, ഡെയിലി എക്സാമുകളിലും വീക്ക്ലി എക്സാമുകളും റിവിഷൻ എക്സാമുകളിലും ഒക്കെ ലോജിക്കൽ കറക്കി കുത്ത് പരിശീലിച്ച് നോക്കുക. അതിനുവേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും ഒക്കെ ഞങ്ങൾ നൽകും. ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകണം. ഈ വർഷത്തെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളുമായി എൻട്രി ചെയ്ത ഈ ജൂൺ മാസം വരുന്നു. ജൂൺ മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ? പലരും ഡിഗ്രിയും +2 ഒക്കെ കഴിഞ്ഞ് ഇനി മുന്നോട്ട് എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയമാണിത്. നിങ്ങളും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ എവിടെയെങ്കിലും തലപൊക്കി തുടങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഒരുപാട് എക്സാം നോട്ടിഫിക്കേഷനുകൾ ഈ മാസം പുറത്തു വരുന്നുണ്ട്. സോ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടൈം ഇത് തന്നെയാണ്. മാത്രമല്ല, എൻട്രി എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി നിങ്ങളിപ്പോൾ ഏത് PSC കോഴ്സിൽ ചേർന്നാലും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകളാണ്. അതെ, നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച ഡിസ്കൗണ്ടുകൾ തന്നെ. സോ ഇനി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പരീക്ഷകൾക്കായി തയ്യാറെടുക്കാം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ. ഓർക്കുക, തയ്യാറെടുപ്പുകൾ ഇന്നേ തുടങ്ങിയാൽ ഉറപ്പായും അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവും. സോ ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. അങ്ങനെ പോകുന്ന ആ സിലബസിന്റെ സ്റ്റഡി പ്ലാനിന്റെ ഒരു ഡെമോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം നമ്മൾ ജീവശാസ്ത്ര പൊതുജനാരോഗ്യത്തിൽ രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്ക് പഠിക്കും. അതിന്റെ എക്സാം ഉണ്ടാവും, അതിന്റെ ക്ലാസ് ഉണ്ടാവും, ആ ടോപ്പിക്ക് പഠിക്കാനുള്ള ക്ലാസ് ഉണ്ടാവും, എന്നിട്ട് അതിന്റെ എക്സാം ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. പിന്നെ കായിക മേഖലയിൽ നിന്നുള്ള ചെറിയ ടോപ്പിക്കുകൾ അത് സെലക്ട് ചെയ്താണ്. ആദ്യത്തെ ടോപ്പിക് അല്ല പഠിക്കേണ്ടത്. അങ്ങനെ ക്രമത്തിലല്ല നിങ്ങൾ പോകേണ്ടത്. കാരണം ഇവിടെ ചെറിയ ടോപ്പിക് ഉണ്ട്, മാർക്ക് ഉറപ്പിക്കാവുന്നത്. ഇത്രയും പഠിച്ചാൽ അവിടെ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാം. പക്ഷെ എല്ലാ മേഖലയും അങ്ങനെയല്ല. ഇപ്പം അവാർഡുകൾ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ കിടക്കുകയാണ് അവാർഡുകൾ, പല അവാർഡുകൾ കായിക മേഖലയിലത്. അതേപോലെ ഒളിമ്പിക്സ് ഒരു ഏരിയ ആണ്, ഇഷ്ടം പോലെ കിടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ആദ്യം ചെറിയ പ്രധാന കായിക ഇനങ്ങൾ, കളിക്കാരുടെ എണ്ണം അത് ഇത്രയാണെന്നുണ്ടല്ലോ, പ്രധാന ട്രോഫികളും മത്സര ഇനങ്ങളും, പ്രധാന രാജ്യങ്ങളും ദേശീയ കായിക ഇനം ഏതാണെന്നുള്ളതും. അപ്പോൾ അത് നമ്മൾ ആദ്യം പഠിക്കും. അങ്ങനെ സെലക്ട് ചെയ്ത് പഠിച്ച് മുന്നോട്ടേക്ക് പോകും. പിന്നെ മാത്സിൽ ആദ്യത്തെ ടോപ്പിക്, മാത്സ് നിങ്ങൾക്ക് ഒന്നാമത്തെ ടോപ്പിക്കാണ് ആദ്യം പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേറെ നിങ്ങൾക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തീരെ ബേസ് ഇല്ലാത്തവർക്ക്, മാത്സിൽ ബേസ് ഇല്ലാത്തവർക്ക് ആ ലെവലിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അത് മാത്സ് ഒന്ന് സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് മാത്സിന് മാക്സിമം മാർക്ക്, അതായത് എന്താണ്, ഒരു LDC പരീക്ഷ മെയിൻസിന് നമുക്ക് 30 മാർക്ക്, ഇംഗ്ലീഷ് 10, മലയാളം 10, മാത്സ് 10. ആ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇത് 30 മാർക്കിനാണ് ഉള്ളത് അല്ലേ? അത് നമ്മൾ മാക്സിമം അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. അപ്പോൾ ആ 3 വിഷയങ്ങൾ നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ പഠിച്ചു പോകണം. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം എന്നുള്ള ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കും. പിന്നെ ഇംഗ്ലീഷ്, മലയാളം ഈ ക്രമത്തിൽ പോകും. എന്നിട്ട് ആ ഒരു സ്റ്റഡി സർക്കിൾ കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള റിവിഷൻ എക്സാം, ഇതിൻ്റെ ഓരോ ദിവസമുള്ള ടോപ്പിക്കിൻ്റെ എക്സാം ഉണ്ടാവും. അത് കൂടാതെ ഇത് മൊത്തം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിവിഷൻ എക്സാം.
ഈ രീതിയിലാണ് നമ്മൾ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്താണ്, സിലബസ് കംപ്ലീറ്റ് ചെയ്തു, റിവിഷൻ നടത്തുന്നു അല്ലെ, ഓരോ ഭാഗത്തു നിന്നുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, PYQ പഴയത് നോക്കാം. കാരണം 2024-25 മാത്രമേ നമ്മൾ തുടക്കത്തിൽ നോക്കുന്നുള്ളൂ. അതൊരു ചോദ്യ രീതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അവിടുന്ന് ഏറ്റവും ബൈ ഹാർട്ട് പഠിക്കാവുന്ന ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം. അതല്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലേ. യെസ്, അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് ഉപയോഗിച്ച് പഠിച്ചു തീർത്തു. ഇനി നമുക്ക് എന്താണ്, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2020 മുതൽ ഇങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ GK നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇപ്പോൾ ആവർത്തന ചോദ്യങ്ങൾ ഉണ്ടാവുക. അത് കിട്ടാൻ ഇത് ഉപകരിക്കും. അതിൻ്റെ പഴയ GK ഒന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എല്ലാം പഠിച്ച് ഓക്കെ, ഇഷ്ടംപോലെ ടൈം ഉണ്ടെങ്കിൽ പഠിക്കാം. അതല്ലാതെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ യാതൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത് നിങ്ങൾക്ക് ഒരു 5 വർഷം എന്നല്ല, ബാക്കിലോട്ട് ഒരു 10 വർഷം വരെയുള്ളത് പഠിച്ചാലും നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും. ഇതിപ്പോൾ 2025 അല്ലേ, ഇപ്പോൾ 2015 ശേഷം ഇങ്ങോട്ടുള്ളത് 10 പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊന്നും പഠിക്കാൻ സമയം ഉണ്ടാവില്ല നിങ്ങൾക്ക്. അത് മാക്സിമം പിറകിലോട്ട് പോയാൽ ഗുണം ചെയ്യും. കാരണം അവിടെ ഇപ്പോഴും ആവർത്തന ചോദ്യങ്ങളുണ്ട്. മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും GKയേക്കാൾ എത്രയോ വലിയ ശതമാനം ആവർത്തന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പാറ്റേൺ മാറ്റം ഉണ്ടെങ്കിൽ പോലും അത് ചില പരീക്ഷകളിൽ മാത്രമാണ് അത്തരം പുതിയ ചോദ്യങ്ങൾ മാത്രമായിട്ട് വരുന്നത്. പക്ഷേ പല പരീക്ഷകളിലും ചോദ്യ പേപ്പറുകളിലും പഴയ ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, മാക്സിമം മോഡൽ എക്സാമുകൾ എഴുതുക. ഈ സമയത്തൊക്കെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വരുന്ന എല്ലാ എക്സാമുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എൻട്രിയിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഒരു കലവറ തന്നെയുണ്ട് എക്സാമുകളുടെ, മോഡൽ എക്സാമുകളുടെ. ഇപ്പോൾ LDC ലെവൽ മോഡൽ എക്സാമുകളൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അതാണ് ആ ഒരു ടൈമിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ഇതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, യോഗ്യതയുള്ള എല്ലാ പരീക്ഷകളും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം, പരീക്ഷ എഴുതണം. അങ്ങനെ നമുക്ക് പരീക്ഷ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇത് എൻ്റെ ജീവൻ മരണ പോരാട്ടമാണ്, എൻ്റെ LDC ആണ്, എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ എന്നും വിചാരിച്ച് ഇതുവരെ ഒരു പരീക്ഷ എഴുതാതെ അന്ന് ആദ്യ പരീക്ഷയായിട്ട് നിങ്ങൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവമല്ല, ഉണ്ടാകുന്ന മാർക്കല്ല നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുക. നിങ്ങൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് മുമ്പ് പോയി കഴിഞ്ഞാൽ, യഥാർത്ഥ പരീക്ഷ തന്നെ പലതവണ അറ്റൻഡ് ചെയ്ത് ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സമ്മർദ്ദത്തെ അതിജീവിക്കണമെങ്കിൽ ആ സമ്മർദ്ദം ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്തുകൊണ്ട് അതിജീവിക്കാം. അതിനൊരു പരിധിയുണ്ട് അല്ലേ. അങ്ങനെയുള്ള സിറ്റുവേഷനുകളെ പ്രാക്ടിക്കലായി നേരിടുമ്പോൾ നമുക്കത് നന്നായിട്ട് അതിജീവിക്കാൻ പറ്റും. അതിനുള്ള അവസരങ്ങളൊന്നും പോയാക്കരുത്. മാക്സിമം എക്സാമുകൾ എഴുതിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, പിന്നെ അവസാനത്തെ കാര്യം എന്താണ് അല്ലേ, വിജയിച്ച് കഴിഞ്ഞോടുകൂടി എല്ലാവരും ചെയ്യും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വിജയിച്ചവരുടെ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പലരും അറിയുന്നില്ല. ഇനി വരുന്ന തലമുറയെ മോട്ടിവേറ്റ് ചെയ്യാൻ ആളുകളില്ല. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ പറയുമ്പോൾ എന്താ പറയുക, അത് നിങ്ങൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യില്ല, അപ്പോൾ അതിനു വേണ്ടി പറയാന്നുള്ളതായിരിക്കും. പക്ഷെ അതേസമയം നിങ്ങൾ നേടിയിട്ട് നിങ്ങൾ സർക്കാർ ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ നേട്ടങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട്, നിങ്ങൾ അതിന് പിന്നിട്ട വഴികളെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട്, അവിടെ നേരിട്ട തടസ്സങ്ങളും അതെങ്ങനെ അതിജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അഭിമാനത്തോടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ പിൻഗാമികൾക്ക് വേണ്ടി, തലമുറ എന്നൊന്നല്ല, നിങ്ങളുടെ അനിയന്മാരും അല്ലെ, അനിയത്തിമാരും അല്ലെ, അങ്ങനെയുള്ള പല ആളുകളും പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുന്നു, ഞാൻ ഇത്ര കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത് അല്ലേ, ഇന്ന വഴികൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഈ രീതിയിലാണ് ഞാൻ പോയിട്ടുള്ളത്, ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു വെല്ലുവിളി വന്നപ്പോൾ ഞാൻ അതിനെ അതിജീവിച്ചത് ഇങ്ങനെയാണ്. അതൊക്കെ പലർക്കും ഉപകാരപ്പെടും. നിങ്ങൾ പറയുന്ന എല്ലാം മറ്റൊരാൾ അതേപോലെ എടുക്കണം എന്നല്ല, നിങ്ങൾ പറയുന്ന എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട പോലെ എല്ലാം അതേപോലെ മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുന്നില്ല. അതിൽ നിന്ന് നല്ലത് സ്വീകരിക്കാൻ പറ്റും. അയാൾക്ക് പ്രാക്ടിക്കലാക്കി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അത് സ്വീകരിക്കാൻ പറ്റും. അതിനുള്ളൊരു അവസരം കൂടെ സൃഷ്ടിക്കുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ വിജയിക്കാൻ പോകുന്ന ആളുകളാണ്. ഇപ്പോഴേ ഇറങ്ങി തിരിച്ചു, ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളത് കൊണ്ട് ഈ വീഡിയോ കണ്ടു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശിരസാ വഹിച്ചു എന്നുള്ള ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത പകുതിയായി എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ പ്രവർത്തനം, ദീർഘകാല പ്രവർത്തനം, അത് ആ ഒരു പരീക്ഷയുടെ തീയതി വരെ നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ നേടാൻ പറ്റും. എല്ലാവർക്കും അതിന് പറ്റട്ടെ. എല്ലാവർക്കും ആശംസകൾ. അത് നിങ്ങൾ സ്വന്തം വീട്ടിലിരുന്ന് നേടുകയാണെങ്കിലും എന്നോടൊപ്പം മെൻട്രിയിലിരുന്ന് നേടുകയാണെങ്കിലും രണ്ടായാലും സന്തോഷമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ വിജയത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് കൊണ്ട് അല്ലേ, ഒരു വീഡിയോ കൊണ്ടോ അതിലൊരു പങ്ക് പറ്റാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരീക്ഷ എഴുതി ആദ്യ റാങ്കുകൾ നേടുമ്പോൾ കിട്ടുന്ന അതേ സന്തോഷമാണ് എനിക്കിപ്പോൾ അല്ലേ, എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് കേട്ടിട്ട് അല്ലേ, അല്ലെങ്കിൽ അത് കേട്ട് ഇറങ്ങി തിരിച്ചതോ, അല്ലെങ്കിൽ ആ ഇറങ്ങി തിരിച്ചോട്ടുള്ള വഴികളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അല്ലെ, ബ്ലൂ പ്രിൻ്റ് ഒക്കെ വളരെയധികം ആളുകൾ തരുന്ന ഫീഡ്ബാക്ക് തരുന്ന ഒരു സാധനമാണ്. എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ വളരെ ഉപകാരമായി സാറേ, ആ ഒരു സാധനം ഒറ്റ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജോലി ചെയ്യുന്നതൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്തോഷമാണ് എനിക്ക് ഇന്ന് എൻ്റെ ലൈഫിൽ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ കൂട്ടത്തിൽ ഒരാളായി മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.